എനിക്ക് തോന്നുന്നു വേറൊരു കോംബോയിൽ നമ്മൾ ഇരിക്കുകയാണല്ലോ, കുറച്ചുകൂടെ ജില്ലായിട്ട് രണ്ട് നായികമാരുടെ നടുക്കിരിക്കുകയാണ്. അത് ഒത്ത നടുക്കിരിക്കുകയാണ്. ഭാര്യയുണ്ട്, കാമുകയുണ്ട്. എന്താണ് ചേട്ടാ തോന്നുന്നത് ഈ ഒരു ടൈമിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ? ഭാര്യയുടെയും കാമുകയുടെ ഇടയ്ക്കിരുന്നപ്പം സൗണ്ട് ഔട്ട് ആയോ? അല്ല, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ തോന്നുന്നു? ഇല്ല, തിയേറ്ററിൽ ആൾക്കാര് നല്ലത് പറയുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് കേട്ടതിന് സന്തോഷമുണ്ട്. സോ റെസ്പോൺസ് ഓഫ് ബീറ്റും ഉണ്ട്, ഇല്ലാന്നല്ല. ബട്ട് സ്റ്റിൽ കൂടുതലും അല്ലാണ്ട് വിളിച്ചവരെല്ലാരും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ പറയുന്നത്. നമ്മുടെ കരത്തിന്റെ കൈ പിടിച്ചോ? ഈ കരത്തിലേക്ക് ബാക്കി നമ്മുടെ ആൾക്കാർ വലിച്ചു കയറിക്കൊണ്ടിരിക്കുക. നമ്മളെത്തും, നമ്മള് മേളിലെത്തും. ഓക്കെ, ആശാൻ, how are you? Excellent. Super, super. Yeah. Okay, my very first question is, which was more tougher, managing Kerala Blasters or facing a film camera? Both were different and both were difficult, I say. You know, the most difficult was like managing Kerala Blasters like team, you know, but this was a new experience for me and it was excellent, I must admit. You know, it was kind of adopting as quick as possible, and I think at the end that it went well. So okay, what is your opinion about this team? Excellent experience again, great group of people with experience who actually helped me in different moments on a set. You know, I was there looking at them, absorbing every moment, you know, seeing how they're dealing with certain situations on a set. And of course, with their help, with their being around, especially with Vinit, the director, you know, being direct by all of them, like it was excellent. Okay. Vishnu, നാട്ടുകാർ മൊത്തം തിരക്കിക്കൊണ്ടിരിക്കും, ചെക്കൻ്റെ പേരെന്താ, ഇത് എവിടുന്നാ അല്ലേ എല്ലാവരും. കാരണം നമ്മൾ റിവ്യൂസ് തന്നെ ഒരു ചെക്കൻ വന്ന് ഇടയ്ക്ക് വന്ന് കസറിയിട്ട് പോയി, പക്ഷേ ഇതിന്റെ പേര് ഏതാന്ന് അറിയില്ല. കമന്റിൽ ആരെങ്കിലും ഉണ്ട്, ഏതോ ഒരു കസിൻ ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാ വീഡിയോയുടെയും താഴെ വന്നിട്ട് ആ കസിൻ ആരാണെന്ന് എനിക്കറിയണം, ഇത് സ്വന്തം അക്കൗണ്ട് ആണോ എന്ന് എനിക്കറിയണം. അതെ അല്ലേ, അങ്ങനെ എല്ലാ നമ്മൾ കമന്റ്സ് ഒബ്വിയസ്ലി നോക്കുമല്ലോ. അപ്പൊ നോക്കുമ്പോ എല്ലാം കമന്റ് സെക്ഷനില് വിഷ്ണു എന്റെ കസിനാണ്, he acted in this film, he's a metaphor. അപ്പൊ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ സെയിം കമന്റ് എല്ലാത്തിലും ഉണ്ട്. പറയൂ, എനിക്ക് ഇന്ന് സത്യാവസ്ഥ അറിയണം, ആരാണ് കസിൻ? പക്ഷെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കസിൻ ആണെങ്കിൽ എനിക്ക് ഊഹിക്കാം ഏത് കസിൻ ആയിരിക്കാം, പക്ഷെ എനിക്കൊരു പിടിയില്ല ആരാ പറഞ്ഞത്. ബട്ട് ഇത് ഞാനും കണ്ടു, എല്ലാരും ചോദിക്കുന്നത് എന്താ പറയാ, പേരറിയാത്ത ചെക്കനാരാ എന്ന് ചോദിച്ചു. പേരങ്ങ് പറ. എന്റെ പേര് വിഷ്ണു എന്നാണ്, വിഷ്ണു ജി വാര്യർ, വയനാട്ടുകാരനാണ്. പക്ഷെ ഞാനിപ്പോ കഴിഞ്ഞൊരു 4-5 years ആയിട്ട് ബോംബെ ബേസ്ഡ് ആണ്, ബട്ട് വീടൊക്കെ വയനാട്ടിലാണ്, ഇവിടെയാണ് പഠിച്ചു വളർന്നത്. ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ആരാ പഠിപ്പിച്ചത്? ഫ്ലിപ്പ് ചെയ്തൊക്കെ പോകുമ്പോ നമ്മൾ തന്നെ എന്തായി പോണേന്ന് മനസ്സിലാവാത്ത രീതിയിൽ നോക്കി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ആ മൂവ് ബേസിക്കലി പ്രാക്ടീസ് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ ഒരു 1.5 years ആയിട്ട് കാലിസ്തനിക്സ് കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ബേസ് ബോംബെ ക്ലാസ്സിലൊക്കെ പോയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 6-7 months മുമ്പാണ് അഭിനേത്രം ഫോൺ വിളിച്ച് പറയുന്നത്. പറഞ്ഞപ്പോഴേ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഫൈറ്റ് ഒക്കെ ഉണ്ട്, ആക്ഷൻ ഒക്കെ ഉണ്ട്, നീ ചെയ്യുന്നത് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞപ്പോ കുറച്ചും കൂടി ആവേശത്തോടു കൂടി പ്രാക്ടീസ് ചെയ്തു. സോ ഐ ബീൻ ഡൂയിങ് ദിസ് ഫോർ 2 years. ഓക്കെ, അത് നമുക്ക് കാണാനുണ്ടല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ 2 വർഷം കാര്യമായി പ്രാക്ടീസ് ചെയ്ത ഒരാളുടെ കൂടെ ഫൈറ്റ് ചെയ്ത്? ഞാൻ അടി വാങ്ങിക്കുവാണല്ലോ, അപ്പൊ എനിക്ക് അടി ഞാൻ ഒരു റിവ്യൂവിനകത്ത് കണ്ടതാ, ആ ചെക്കനന്ന് ആസ്മ വന്ന് വീണത് കൊണ്ട് കാര്യം, അല്ലെങ്കിൽ ആ നായകൻ ചത്തേ. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. എനിക്ക് അങ്ങനെ ഒരു നമ്മൾ അന്ന് സംസാരിച്ചപ്പോഴും ഞാൻ നോബ്ലേറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നോബ്ലേറിന്റെ ക്യാരക്ടർ ആസ് സച്ച് അതില് ത്രൂ ഔട്ടുള്ളതില് എഴുതിയതിന് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഹീറോ ആയിട്ടല്ല എല്ലാത്തിലും കളിക്കുന്നത്. ഇപ്പൊ ആ പറഞ്ഞ ലൈൻ തന്നെ ഉണ്ടല്ലോ, ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഡേഞ്ചർ വരുമ്പോഴാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ആ ലൈനാണ് ബേസിക്കലി പുള്ളിന്റെ ത്രൂ ഔട്ടുള്ള ഒരു മോട്ടിവേഷൻ. അപ്പോ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി ചെല്ലുമ്പോൾ എൻറ്റയർ യൂണിവേഴ്സ് കോൺസ്പയർസ് ടു ഹെൽപ്പ് യു എന്ന് പറയുന്ന പോലെയാണ് ഒരു വീക്ക് പോയിന്റ് ഉണ്ടായി. അല്ലെങ്കിൽ സ്പോയിലർ കളയുന്നില്ല, ബട്ട് ആശാന്റെ ക്യാരക്ടറുമായിട്ട് ലാസ്റ്റ് ഒരു സംഭവം വരുമ്പോ അങ്ങനെ ഒരു ഇന്റർവെൻഷൻ നടക്കുന്നുണ്ട്. സോ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും ഇയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഒറ്റയ്ക്ക് അടിച്ച് വന്ന ആളല്ല എന്നുള്ള ക്യാരക്ടറൈസേഷൻ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇയാള് മാത്രമല്ല ഇതിന്റെ ഒരു പരിപാടി ചെയ്യുന്നത്, ഇയാള് സിംഗിൾ ഹാൻഡഡ്ലി ഈ പരിപാടി മൊത്തം ചെയ്തെടുക്കുന്ന രീതിയിലല്ല, എല്ലാരും ഇതിന്റെ ഒരു പങ്കാളിയെ നിൽക്കുവാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആശാന്റെ ആണെങ്കിലും ഞാൻ കുറച്ച് കമന്റ്സിൽ വായിച്ചായിരുന്നു, ആശാനായിട്ട് ലാസ്റ്റില്
വലിയ കോൺഫ്ലിക്റ്റും പരിപാടിയൊന്നുമില്ല. ഇപ്പം ഇല്ല. ടെക്നിക്കലി സ്പീക്ക് ചെയ്യാൻ നേരത്തെ ഇപ്പം ബേസിക്കലി ഒന്നാമത്തെ ഒരു 6 അടി 2 അടി പൊക്കമുണ്ട്. ഒരു 2 അടി കിട്ടുമ്പോൾ ഞാൻ താഴെ കിടക്കും. അല്ല ജോക്സ് അപ്പാർട്ട്, ബട്ട് സ്റ്റിൽ അതല്ലായിരുന്നു അവിടെ വേണ്ടത്. അവിടെ വേറൊരു ഇമോഷണൽ ബാഗേജ് ഒരാളുടെ ഉണ്ടായിരുന്നു അവിടെ. ആ ആളുടെ ഇതായിരുന്നു അവിടെ വേണ്ടിയിരുന്നത്. അപ്പം അതങ്ങനെ അല്ലാണ്ട് ഇപ്പം വിഷ്ണു പറഞ്ഞ ഒരു ഭയങ്കര ഹീറോയിക് ഇമേജ്, ഭയങ്കര മാസ് സംഭവം കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള സാധാരണ ഒരാൾ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനുള്ള. പിന്നെ ഒരു മിലിറ്ററി പരിപാടി ചെറുതായിട്ട് കയ്യിലുണ്ടായിരുന്നോണ്ട് ആൾക്കാരെന്തോ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു. അത് ഇതായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതെ, ഇപ്പൊ ക്ലൈമാക്സിലാണെങ്കിൽ പോലും നമ്മള് മിലിറ്ററി ഓഫീസർ ആണല്ലോ, അപ്പൊ നമ്മള് ലൈക്ക് അത് നമ്മളും കുറെ പേര് ഇപ്പൊ തിരയുടെ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടെന്ന് ഓർത്തു. അതെ അതെ, കാരണം വിനീത് ലൈക്ക് നമ്മൾ കൊടുത്തപ്പോഴും ഫ്രം ദി ഡയറക്ടർ ഓഫ് തിര എന്നാണ് കൊടുത്തത്. അപ്പം സഡൻലി തിരയുടെ ബാക്കി പത്രമാണോ, അപ്പൊ തിരയുടെ ഒരു മൂഡ് പ്രതീക്ഷിച്ച് വന്നവരുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നോട്ട് ഡിനൈങ് ഇറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എല്ലാരും അങ്ങനെ ഭയങ്കരമായിട്ട് ഇല്ല. അത് ആ മൈൻഡ് സെറ്റ് നമ്മൾ അങ്ങനെ ചിന്തിച്ച് വരുമ്പോഴാണ് അത് ഒരു പ്രശ്നമാകുന്നത്. അല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ, ഇത് ടോട്ടലി വേറൊരു പടമായിട്ട് നമ്മൾ ഇരുന്ന് കാണുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് കാരണം കുറെ പേര് ഇന്നലെ ഞങ്ങൾ തിയേറ്ററിൽ പോയത് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ ഇന്നലെ തിയേറ്റർ 2-3 ഇടത്ത് വിസിറ്റ് ചെയ്തിട്ട് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കണ്ടത്. കാരണം ആൾക്കാർ ജെനുവൻലി വന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വന്നത്. അതും ഫാമിലി ഓഡിയൻസ്, നല്ല പ്രായമുള്ളൊരു ചേച്ചിയൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല റെസ്പോൺസ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ട്രെയിലറിന്റെ സമയത്താണെങ്കിൽ പോലും കമന്റ് സെഷൻ എടുക്കുമ്പോ he is the hero. Yes, I mean, for sure. Like everyone is മറ്റേ ആശാൻ is here എന്നുള്ള ഒരു ഭയങ്കര ചാവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. And did you see all of that? You mean the movie? No, the comment No, the comment section. YouTube. There is a lot of fans there. Yeah, I've seen some of them. Yeah. ആശാൻ തൂക്കി. Yeah, but, ആശാൻ തൂക്കി. yeah, but you know, I think that this personality, like in this moment, took many by surprise. I think because when it was announced, I think somewhere in middle August or 20-something August, when the trailer went out, and then was like, okay, Asha is in it. Everybody was confused, like, okay, but what's the role? And then when people were getting these dots, I think, okay, he's playing villain. So how is it possible? And then everybody's like, okay, now even more confused. What will happen? So then all of those things were like really interesting, I think, for the crowd and for people. അതൊരു ഭയങ്കര ക്യൂരിയസ് ഫാക്ടർ ആയിരുന്നു എല്ലാവർക്കും വന്ന് നോക്കാൻ വേണ്ടിട്ട് തന്നെ. ആശാൻ വന്ന് ഓൺ ബോർഡ് വന്ന് ഭയങ്കര ഇതായിരുന്നു. കാരണം അത് ഞാൻ അന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്തപ്പോഴായിരുന്നു ഞങ്ങൾ കണ്ടത് കുറെ മഞ്ഞപ്പടം അല്ല ദൈവമേ. എന്നാ പിന്നെ കഥയിൽ ഒരു ഫുട്ബോൾ മാച്ച് കൂടെ വെക്കുക. ഞാൻ ശരിക്കും പറഞ്ഞ ആലോചിച്ചു. അല്ല അങ്ങനല്ല, തമാശക്കാരൻ വയ്ക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫുട്ബോളെങ്കിലും പുള്ളിയുടെ കയ്യിലൊന്ന് കൊടുക്കായിരുന്നു. അതെ, മറ്റേ ആരാധകർക്ക് കുറച്ച് ആവേശത്തിന് ഫുട്ബോൾ വെച്ചിട്ട് ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വേണം. എന്റെ വഴിയിലിരിക്കും, അതും കൂടി തീരുമാനമാക്കാൻ കഴിയും.